നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മനുഷ്യക്കടത്തിനിരയായി ലാവോസിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുടെ എണ്ണത്തിൽ അവ്യക്തത. പരാതികൾ എത്തുമ്പോഴാണ് അന്വേഷണ ഏജൻസികൾ തട്ടിപ്പിന്റെ വിവരമറിയുന്നത്. 100-ലധികം മലയാളികൾ ലാവോസിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. തൊഴിൽ വിസയോ മറ്റ് അംഗീകൃത രേഖകളോ ഉപയോഗിച്ച് പോകുന്നവരാണെങ്കിലേ ഏജൻസികളുടെ പക്കൽ പോകുന്നവരുടെ വിവരമുണ്ടാകൂ. ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരെ നിയമവിരുദ്ധമായി തായ്ലൻഡിൽ നിന്ന് അതിർത്തി കടന്ന് ലാവോസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എത്ര പേർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമല്ല. ലാവോസിലെ തൊഴിൽ തട്ടിപ്പിനെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലാവോസിൽ ഗോൾഡൻ ട്രയാങ്കിൾ സ്പെഷ്യൽ ഇക്കണോമിക് മേഖലയിലെ കോൾ സെന്റർ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ മലയാളികളെ പങ്കാളികളാക്കുന്നുണ്ട്. ആഗോള ഓൺലൈൻ തട്ടിപ്പിന്റെ കേന്ദ്രമാണ് ലാവോസിലെ ഗോൾഡൻ ട്രയാങ്കിൾ. രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ചൈനീസ് കമ്പനികൾ ആവശ്യപ്പെടുന്ന തട്ടിപ്പ് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നതാണ് സ്ഥിതി. ചൈനീസ് കമ്പനികൾ ഡിജിറ്റൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സപ്പോർട്ട് സർവീസ് എന്നീ തസ്തികകൾ വാഗ്ദാനം ചെയ്താണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ദുബായ്, ബാങ്കോക്ക്, സിംഗപ്പൂർ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ഏജന്റുമാർ തട്ടിക്കൂട്ട് അഭിമുഖവും നടത്താറുണ്ട്. ഉയർന്ന ശമ്പളവും ഹോട്ടൽ താമസവും റിട്ടേൺ എയർ ടിക്കറ്റുകളും വാഗ്ദാനം ചെയ്താണ് ആളുകളെ കബളിപ്പിക്കുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ലാവോസ് മനുഷ്യക്കടത്തിൽ 100-ലധികം മലയാളികൾ ഉൾപ്പെട്ടതായാണ് വിവരം. ഇവരെ നാട്ടിൽ കൊണ്ടുവരാൻ എംബസിയെ വിവരമറിയിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി പോലീസ് റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ച് അവിടെ നിന്ന് സംസ്ഥാന സർക്കാർ വഴി വിദേശകാര്യ മന്ത്രാലയത്തെ ബോധിപ്പിക്കാനാണ് നീക്കം.